ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കക്ക റൊട്ടിയാണ്. അപ്പോൾ ഇതതിൻ്റെ ഒതൻറ്റിക് റെസിപ്പി അല്ല. ഒതൻറ്റിക് റെസിപ്പിയിൽ കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് അധികം വലിപ്പമല്ല, എന്നാൽ അതും ചെറുതും അല്ലാത്ത കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലൊക്കെ ആവശ്യം സബോളയാണ്. ഞാനിവിടെ ഒരു 4 സബോള നീളനെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ തക്കാളി ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം ഞാനവിടെ നാളികേരം, അതേപോലെ തന്നെ ഒരു മുറി നാളികേരവും, അതിലേക്ക് ഒരു 20 ചുവന്നുള്ളി, അതേപോലെ തന്നെ നമ്മുടെ ഫെന്നൽ സീഡ് അല്ലെങ്കിൽ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമ്മൾ ആദ്യം ആ റൊട്ടി അല്ലെങ്കിൽ കക്ക റൊട്ടിയുടെ ആ റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഒരരപ്പാണ്. അതിന് 1 മുറി നാളികേരവും, 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും, ഒരു 10 എണ്ണം ഒക്കെ ആയിട്ടുള്ള ചുവന്നുള്ളിയും എടുത്തിട്ട് ഞാനിത് മിക്സിയുടെ നമ്മുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. അങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതേ ആ ചതച്ചെടുത്ത നമ്മുടെ അരപ്പ് ഞാൻ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതേ അടുപ്പത്ത് നല്ല തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല പോലെ തിളയ്ക്കണം. തിളച്ച വെള്ളമാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം തന്നെയാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരുമിച്ച് ഒഴിക്കാതെ ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള വെള്ളം ആയതിനു ശേഷം ഇനി ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് നേരം മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ചെറിയൊരു ചൂട് ആറി കിട്ടുമ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം. ആ ടൈമിൽ നമുക്കതിൻ്റെ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സബോള ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കുക വേണ്ടത്. സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമ്മുടെ സബോളയായിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തക്കാളി കുക്കാവുന്നവരെ ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്.
തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പൊടികളുമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഗരം മസാലയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണുള്ളത്. അപ്പോൾ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഗരം മസാലയൊക്കെ നമ്മൾ ഓൾറെഡി ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കാറ് അല്ലേ. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ പൊടികൾ രണ്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തക്കാളി നന്നായി കുക്കായതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി, മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും, അപ്പോൾ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൊടികളാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൊടിയും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ബീഫ് മസാലയാണ്, അല്ലെങ്കിൽ മീറ്റ് മസാല, ഏതെങ്കിലും ഒരു മസാല, ഒരു 1/4 ടേബിൾ സ്പൂണോളം ബീഫ് മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ കൂടി എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബീഫും അതേപോലെ തന്നെ നമ്മുടെ സവോള വഴട്ടിയതും നമ്മുടെ പൊടികളും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് വരിക. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കർ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഞാനൊരു 4 വിസിലാണ് നമ്മുടെ ബീഫ് വേവിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക എത്ര വിസിൽ വേണമെന്ന്. ഞാനിവിടെ 4 വിസിലാണ് യൂസ് ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മുടെ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവാണ്. അപ്പോൾ ഞാനിത് ഒരു മീഡിയം ചൂട്, അതായത് ഒരുപാട് നമ്മുടെ മാവിൻ്റെ ചൂട് ആറിയിട്ടില്ല, ഒരുപാട് ചൂടാറി തണുത്തിട്ടൊന്നുമില്ല, ഒരു നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടായപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, വീഡിയോയിൽ കാണിക്കുന്ന പോലെ കേട്ടോ. അതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കക്ക റൊട്ടി എന്ന് പറയുന്നത്. ഇനി ഞാനത് ഓരോന്നായിട്ട് നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവുകളെല്ലാം അങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ട് സ്റ്റീമറിലൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ റൊട്ടികളും റെഡിയാക്കിയിട്ട് ഞാനിതേ സ്റ്റീമർ നേരെ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് 15 മിനിറ്റ് നേരം നമുക്കതൊന്ന് വേവിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കക്കറൊട്ടി എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബീഫും റെഡിയായോ എന്ന് നോക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ ബീഫിൻ്റെ വിസിലെല്ലാം കളഞ്ഞിട്ടുണ്ട്, വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേ നമ്മുടെ ബീഫ് നല്ല റെഡിയായി, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് നല്ലൊരു കളറിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ഒരു പകുതി സബോള ഞാനിവിടെ പൊടിയായി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സബോള എല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വേവിച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സബോള നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ സബോളയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓൾറെഡി തിള വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, ഈ അരപ്പ് ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മുറി നാളികേരം, അതേപോലെ തന്നെ ഒരു 20 ചുവന്നുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇത്രയാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. നല്ല മഷി പോലെ അരച്ചെടുത്തതാണ്. ആ അരപ്പ് അതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ആ അരപ്പ് ഒന്ന് വേവുന്നത് വരെ, അല്ലെങ്കിൽ ആ അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക റൊട്ടി അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും. അപ്പോൾ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് പിടിച്ചതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കണം. 5 മിനിറ്റ് നമ്മുടെ റൊട്ടിയിലേക്കൊക്കെ നല്ല പോലെ ഒന്ന് ആവി കയറി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കക്ക റൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ സംഭവം നമ്മുടെ അടുക്കളയിലും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.